ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഇവന്റെ പച്ചക്കറി കടയിൽ കംപ്ലീറ്റ് വിഷമുള്ളതാ, ഒരു സാധനം പോലും വാങ്ങരുത്. ഓടാറുത് പ്രകാശേട്ടാ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? നമുക്കേ വേറെ നല്ല കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങാം. എവിടെ പോയി വാങ്ങിയിരുന്നു? അവളെ അച്ഛൻ മരുമകളായിട്ട് അംഗീകരിച്ചു തുടങ്ങിയ അതിനർത്ഥം ജഗനും അച്ഛനും ഒന്നായെന്ന. അങ്ങനെ ഒന്നായ നീ പറഞ്ഞതുപോലെ ഞാനും ജിതേട്ടനും ഈ വീട്ടിലെ വെറും നിഴലുകൾ മാത്രമായിരിക്കും. സ്വന്തമായി രൂപമോ ശബ്ദമോ ഇല്ലാത്ത നിഴലുകള്. പക്ഷെ അവസ്ഥ മുമ്പും അതായിരുന്നുകൊണ്ട് ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റിയെന്ന് വരും. പക്ഷെ നിന്റെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കി. വന്ദന നിന്റെ കുഞ്ഞിനെ കൊന്നതിന് ഇനി അവളുള്ള വീട്ടിൽ നിൽക്കില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച് സ്വന്തം വീട്ടിൽ അഭയം തേടിയവളാ നീ. നിന്റെ സ്വപ്നങ്ങൾ ആരെറിഞ്ഞുടച്ചോ അവള് നീയുള്ള സ്ഥലം നോക്കി വന്ന് അവിടുത്തെ സിംഹാസനത്തെ റാണി ചമഞ്ഞിരുന്ന ഒരു കുഞ്ഞെന്ന സ്വപ്നം നിനക്ക് എന്നേക്കുമായി മറക്കാം. അപ്പോഴും ലാഭം അവൾക്കാ. എനിക്കോ കുഞ്ഞുങ്ങളില്ല. നീ കൂടി പ്രസവിച്ചില്ലെങ്കിൽ പിന്നെ അവൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞായിരിക്കും ഈ സർവ്വ സ്വത്തിന്റെയും അനന്തരാവകാശി. ഇല്ല, എന്റെ കുഞ്ഞിനെ കൊന്നവളെ അച്ഛനെ കൊണ്ട് ഒരു കാരണവശാലും അംഗീകരിപ്പിക്കില്ല. എത്രയും പെട്ടെന്ന് അവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കണം. മുളയിലെ നുള്ളി എറിയാനുള്ളത് മുളയിലെ നുള്ളി എറിയണമായിരുന്നു. ഈ നശിച്ചവളെയും കെട്ടി ജഗൻ എങ്ങോട്ടെങ്കിലും ഒരു പോക്ക് പോകുന്ന ഞാൻ കരുതിയത്. അവൻ അവളെയും കൂട്ടി ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. വന്നാ തന്നെ നിന്റെ അച്ഛൻ അവളെ മുടിക്കുത്തി പിടിച്ച് പുറത്തേക്ക് വലിച്ചെറിയുന്ന ഞാൻ കരുതിയത്. ഇതിപ്പോ സംഗതി അങ്ങ് മാറി മറിഞ്ഞു. വിദ്യാർത്ഥി, എത്രയും വേഗം അവളെ ഇവിടുന്ന് പുറത്താക്കാൻ എന്താ വഴിയെന്ന് ആലോചിക്ക. നീ സമാധാനമായിട്ടിരിക്കും. ഒരു മാർഗം കിട്ടിയിട്ടുണ്ട്. എന്താ എടുത്തി? അവളെ ഇവിടുന്ന് തുരത്താൻ എന്ത് മാർഗം കിട്ടിയത്? അതൊക്കെ കിട്ടി. വാ പറയാം. വാ. ഇറങ്ങ്. സാറേ, അല്ല ഇതാര്? രതീഷ് അല്ലേ? രതീഷല്ല, നിതീഷ്. എന്തെങ്കിലും ആവട്ടെ. ഇത് തന്റെ കടയാണോ? അതെ സാറേ, ഇതാണ് മെയിൻ ഓട്ടോ സബ്. ഞാൻ ഓട്ടോ ഓടിക്കുമ്പോ എന്റെ ഭാര്യ വന്ന് കട തുറക്കും. എന്റെ ഭാര്യ ഓട്ടോ ഓടിക്കുമ്പോ ഞാൻ കട തുറക്കും. ഒരു അഡ്ജസ്റ്റ്മെന്റ്. ജീവിക്കാൻ പഠിച്ചവൻ. ഇതൊക്കെ എന്ത്? അല്ല, ഉരുളക്കിഴങ്ങിന് എന്താ വില? കിലോ 30 രൂപ സാറേ. 30 രൂപയാ? കഴിഞ്ഞ ആഴ്ച കിലോ 50 രൂപയായിരുന്നു. ഇന്നലെ മുതൽ കുറഞ്ഞു. സാറിന് ഇപ്പൊ എത്ര കിലോ വേണ്ടേ? 2 കിലോ. വേണ്ട 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 വേണ്ടേ? എല്ലാവർക്കും അവിടെ ഗ്യാസിന്റെ പ്രശ്നമാണ്. ഉരുളക്കിഴങ്ങ് വേണ്ട. എനിക്ക് ഈ തക്കാളി ഉണ്ടോ? തക്കാളി ഉണ്ട്. തക്കാളിക്ക് എന്താ വില? തക്കാളിക്ക് കിലോ 50 രൂപ ഉള്ളൂ. 50 രൂപയോ? അതെ, ഒരു 250 ഗ്രാം തക്കാളി എടുത്തു. എന്താ സാറേ, വീട്ടില് വല്ല സദ്യയും ഉണ്ടോ? ആക്കല്ലേ. പ്രകാശേട്ടാ, എന്താ ഇത്? അല്ല, ഈ സവാളക്ക് എന്താ വില? സവാള ഈ 250 ഗ്രാമിന്റെ വില ആണെങ്കിൽ 10 രൂപ. അത് വേണ്ട.
അരക്കിലോ സവാള എടുക്കുമോ? അതെ, ഈ തണ്ണിമത്തൻ എന്താ വില? അത് 250 ഗ്രാമായിട്ട് കൊടുക്കൂല്ലോ സാറേ. അവിടെ വെച്ചേ. വേണ്ട, നീ തന്നെ വെച്ചോ. ചേട്ടാ, ഓ, ഒരു 100 രൂപയ്ക്ക് സാമ്പാറിനോ അവിയലിനുള്ളതും എടുത്തോ. 100 രൂപയ്ക്കോ? നീ എന്താ അവിടെ അന്നദാനം നടത്താൻ പോണ്ട? 50 രൂപയ്ക്ക് മതി. 50 രൂപയുടെ പച്ചക്കറിയൊന്നും ഇവിടെ കിട്ടൂല്ലോ സാറേ. പച്ചക്കറി കിറ്റിന് 100 രൂപയാണ് വില. എന്നാലേ താൻ ആദ്യം 100 രൂപയുടെ പച്ചക്കറി എടുക്ക്, എന്നിട്ട് അതിൽ നിന്ന് 50 രൂപ മാറ്റ്. ബാക്കി 50 രൂപ ആവുമല്ലോ. സാറെന്താ തമാശ പറയാ? അച്ഛൻ പച്ചക്കറിയും പലവ്യഞ്ജനും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് മൂക്കുമുട്ട തിന്നപ്പോ ഈ വിലയൊന്നും അറിഞ്ഞില്ലായിരുന്നു അല്ലേ? ഈ പച്ചക്കറിയിലെ മുഴുവനും ഇവന്മാര് വിഷടിച്ചു വച്ചിരിക്കുക, എന്നിട്ട് എവിടെയില്ലാത്തൊരു വിലയൻ. ദേ, ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഈച്ച വന്നിരിക്കണ്ടോ നോക്കിയേ. ദേ ഈച്ച. ഓ, അതിനർത്ഥം എന്താ? ഇതിലെല്ലാം മരുന്നടിച്ചു വെച്ചിരിക്കുന്നല്ലേ? ആളുകളെ കൊന്നിട്ട് കൊള്ളലാഭം ഉണ്ടാക്കാൻ നോക്കാണോടോ? എന്റെ പൊന്നു പെങ്ങളെ, ഈ സാറിനെ വിളിച്ചോണ്ട് പോ. ഈ സാറിന് കൊടുക്കാൻ ഞങ്ങളുടെ കടയിൽ പച്ചക്കറി ഇല്ല. സാറിനെ പോലുള്ളവര് വിഷം തളിച്ച പച്ചക്കറി ഒന്നും തിന്നാൻ പാടില്ല. സാറ് ചെന്ന് സാമ്പാറിനും അവിയലിനുമുള്ള പച്ചക്കറികള് സ്വന്തമായിട്ട് വീട്ടിൽ കൃഷി ചെയ്ത് പുഴുകി തിന്നു. ഞാൻ ആരാണെന്ന് നിനക്കറിയോ? ഇല്ല. നിന്റെ പച്ചക്കറി കട ഞാൻ പൂട്ടിക്കും. ചേട്ടാ, എന്തോ ഇത്? ഒന്നിങ്ങോട്ട് വന്നേ. 50 രൂപയുടെ പച്ചക്കറി തരാൻ പറ്റാതിന് കട പൂട്ടേണ്ടി വന്നാ ഞാൻ പൂട്ടിക്കോളാം. നിന്നെ വേണ്ട. നീ ചെവിയിൽ നുള്ളിക്കോടാ. ആ ചെവിയിൽ നുള്ളി ഒന്ന് പോ. നിന്റെ കയ്യിൽ നിന്ന് 50 രൂപ പച്ചക്കറി വാങ്ങാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ശരി. പ്രകാശ്, ഇങ്ങോട്ട് വന്നേ. നീ ലോകത്തില്ലാത്ത വിലയുടെ ഇവൻ പച്ചക്കറിക്ക് മുഴുവൻ പറയണത്. ഇവനെ പച്ചക്കറിയല്ലേ വിളിക്കേണ്ടത്? അതെ, എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാരെ ഓടിവാ, ഓടിവാ നാട്ടുകാരെ, ഓടിവാ. ഈ കട നടത്തുന്ന രതീഷ് അല്ല നിതീഷ്, എന്തെങ്കിലും ആവട്ടെ, ഇവൻ ഈ കടയിൽ വിൽക്കാൻ വച്ചിരിക്കുന്ന പച്ചക്കറിയിൽ മുഴുവനും മാരക വിഷമാണ്. മാരക വിഷം. ആരും വാങ്ങരുത്, ആരും വാങ്ങരുത്. നീ വന്നേ. എന്റെ പൊന്നമ്മേ, ഇവന്റെ പച്ചക്കറി കടയിൽ കംപ്ലീറ്റ് വിഷമുള്ളതാ. ഒരു സാധനം പോലും വാങ്ങരുത്. ചുമ്മാ ഓടാറുത്. പ്രകാശ് ചേട്ടാ, എന്തൊക്കെയാ വിളിച്ച് പറയുന്നേ? നമുക്കേ വേറെ നല്ല കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങാം. എവിടെ പോയി വാങ്ങിയിരുന്നു? വിളിച്ചോണ്ട് പോവട്ടെ. പോടാ പ്രാന്ത. അയ്യോ, അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഒന്ന് തിരിച്ചു വിളിച്ചു നോക്കാം.